നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൂംബയെ പറ്റി വാർത്തകൾ ഇങ്ങനെ കാണുന്നുണ്ട്. ലഹരിയുടെ പിടിയിൽ നിന്നും കുട്ടികളെ വഴിതിരിക്കാനാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ പരിശീലിപ്പിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയത്. ഈ തീരുമാനത്തെ അനുകൂലിച്ച ഒരു വിഭാഗവും എതിർത്ത് മറ്റൊരു വിഭാഗവും രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് സൂംബ വാർത്തകളിൽ നിറയാൻ തുടങ്ങിയത്. എന്തായാലും വാദപ്രതിവാദങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. സൂംബ ചെയ്യുമ്പോൾ ഇടുന്ന വസ്ത്രമാണ് ഒരു വിഭാഗത്തെ പ്രകോപിപ്പിച്ചത്. അതിനിടയിൽ ധാർമ്മികത ആരോ എവിടെയോ തിരികെ കയറ്റി. നമ്മൾ ഇതിന്റെ ഒരു പ്രായോഗിക വശത്തെ കുറിച്ച് കൂടി ഒന്ന് ആലോചിക്കണം. ശരിക്കും ഈ സൂംബയും യോഗയും ഒക്കെ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനായിട്ടല്ലേ? 60-70 വയസ്സുള്ളവർക്ക് പണ്ട് വന്നിരുന്ന പല അസുഖങ്ങളും ഇന്ന് 20-30 വയസ്സുള്ള നമ്മുടെ ചെറുപ്പക്കാർക്ക് വരുന്നുണ്ട്. ഈ അടുത്ത കാലമെടുത്ത് പരിശോധിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചവരിൽ അധികവും ചെറുപ്പക്കാരാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. പണ്ടതൊന്നും കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നു. നമ്മുടെ വീട്ടിലെ പ്രായമായവരെക്കാളും ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ട്. മുൻപത്തെക്കാളും കൂടുതൽ ജിമ്മുകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഒന്ന് ഓർത്ത് നോക്കൂ. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് പനി വന്നു? എത്ര പാരസെറ്റമോൾ കഴിച്ചു? എത്ര വേദന സംഹാരികളിലൂടെ നമ്മൾ പിടിച്ചു നിന്നു? വീട്ടിലെ പ്രായമായവർ ഫയർ വാർത്ത പോലെ ഓടി നടക്കുമ്പോൾ നമ്മുടെ യുവതലമുറ വയ്യാന്ന് പറഞ്ഞ വീടിന്റെ മൂലയ്ക്ക് ചുരുട്ടുകൂടിയിരിക്കുന്നു. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങൾക്കൊക്കെ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് നമ്മുടെ ആരോഗ്യത്തെ തകിടം മറിച്ചിട്ടാണ് പോയത്. ഇനിയൊരു കോവിഡ് കാലം വരില്ലെന്ന് എന്താ ഉറപ്പ്? ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത് ഓരോരുത്തരുടെയും ആവശ്യമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ അങ്ങനെ നിസ്സാരമായി കാണരുത്. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആരോഗ്യമുള്ളവരായി തന്നെ വളർന്നു വരണം. ആരോഗ്യത്തിനായി അവർ ഇപ്പോഴേ തുടങ്ങട്ടെ. അതിനായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. സൂംബയും യോഗയും ഒക്കെ പരിശീലിക്കുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതൊരു വസ്ത്രവും ധരിക്കാം. പണ്ട് കബഡി വന്നതുപോലെ ഗാട്ടാ ഗുസ്തിയും വന്നു. ആ ഗാട്ടാ ഗുസ്തി നമ്മുടെ സ്വന്തം കായിക രൂപമായി നമ്മൾ വികസിപ്പിച്ചെടുത്തു. കാലിയെ തലയറക്കാനുള്ള അളവുകളിൽ നിന്ന് ശരീര വഴക്കത്തിനുള്ള വ്യായാമ മുറിയാക്കി മാറ്റി. കരാട്ടയും കുങ്കും ഓരോ സ്കൂളുകളിലും എത്തി. പെൺകുട്ടികളെ സുരക്ഷാ പാഠങ്ങൾ പഠിപ്പിച്ചു, നീന്തൽ പരിശീലിപ്പിച്ചു. ഇപ്പോൾ സൂംബ വരുമ്പോൾ ഇങ്ങനെ തിളയ്ക്കുന്നത് എന്തിനാണ്? ആരോഗ്യപരമായി നോക്കിയാൽ സൂംബ ചെയ്യുന്നത് കൊണ്ട് നിരവധി ഗുണങ്ങളുണ്ട്. ഹൃദയാരോഗ്യം മെച്ചപ്പെടും, ശരീരഭാരം കുറയും, പേശികളുടെ ബലം കൂടും, മാനസിക ഉല്ലാസം വർദ്ധിക്കും. എന്നിങ്ങനെ പോകുന്നു സൂംബയുടെ ഗുണങ്ങൾ. ലോകം മുഴുവനുള്ള ആളുകൾ ആരോഗ്യത്തിനായി സൂംബ ചെയ്യുന്നുണ്ട്. ക്ഷീണമോ തളർച്ചയോ ഉണ്ടാകാത്ത രീതിയിലുള്ള വ്യായാമം എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലെ മുതിർന്നവർക്കും ഒരുപോലെ ഗുണകരമാണ് സൂംബ എന്ന് പറയണം. ചില ഓഫീസിൽ നിന്ന് സൂംബ ക്ലാസുകളിലേക്ക് ഓടുന്ന കാഴ്ച കാണാറുണ്ട്. നൃത്തവും സംഗീതവും കൂടിച്ചേർന്നുള്ള വ്യായാമം ആയതുകൊണ്ട് തന്നെ ആസ്വദിച്ച് ചെയ്യാനാകും ഇത്. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും ഇണങ്ങുന്ന രീതിയിലാണ് ഇതിലെ സ്റ്റെപ്പുകൾ. ഹൃദയാരോഗ്യത്തെ കണക്കിലെടുത്താണ് താളത്തിന്റെ വ്യതിയാനം. കൈയുടെയും കാലിന്റെയും പേശികളുടെയും ആരോഗ്യത്തിനുമുണ്ട് പ്രത്യേകം ശ്രദ്ധ. മുഴുവൻ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഇത് പ്രധാനമാണ്. അരക്കെട്ടിനും ഇടുപ്പിനും വയറിനും എല്ലാം ഉദ്ദേശിച്ച് പ്രത്യേകം സ്റ്റെപ്പുകളുണ്ട്. വിമർശനങ്ങൾ എന്തൊക്കെ ആയാലും സൂംബ ഇത്രയും വെറുക്കപ്പെടേണ്ട ഒന്നാണോ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും